CPM നേതാവ് KJ ഷൈനിന്റെ സൈബർ ആക്രമണ പരാതിയിൽ ഒന്നാം പ്രതിയും കോൺഗ്രസ് പ്രവർത്തകനുമായ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ ഒളിവിലാണ്. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായോ? അവിടെ നിന്ന് എന്തൊക്കെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്? പറവൂർ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. നിലവിൽ ഒരു മൊബൈൽ ഫോണാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് അത് സൈബർ സെല്ലിന് നൽകി, അതായത് അതിന്റെ ഫോറൻസിക് പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതാണ്. അത് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയക്കും. മാത്രമല്ല, നിലവിൽ ഗോപാലകൃഷ്ണൻ നാട്ടിലില്ല, ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയായിട്ടുള്ള ഷാജഹാനും ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോപാലകൃഷ്ണന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സൈബർ ഡോമിൽ, ആലുവ സൈബർ ഡോമിലാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടത്. അപ്പോൾ നാളെ ഗോപാലകൃഷ്ണൻ ഹാജരാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഹാൻഡിലുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തി വരുന്നത്. ഏകദേശം 100ഓളം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഡിജിറ്റൽ ഹാൻഡിലുകളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അതിലും വിശദമായിട്ടുള്ള പരിശോധനയും ഫോറൻസിക് പരിശോധനകളും അടക്കം നടത്തുന്നു. മാത്രമല്ല, ഇതിൽ മെച്ചയ്ക്ക് പോലീസ് മെച്ചയുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒളിവിലല്ലേ? ഗോപാലകൃഷ്ണൻ നാട്ടിലില്ല, ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ നാളെ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരും. ആലുവ സൈബർ ഡോമിലാണ് ഹാജരാകേണ്ടി വരിക. മറ്റു പരിശോധനകൾ ഒളിവിലായിട്ടുള്ള സാഹചര്യത്തിലും പോലീസ് വീട്ടിൽ പരിശോധന, പറവൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വിധേയമാക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടം അടുത്ത നടപടി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഫോറൻസിക് പരിശോധന, മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന നടത്തി മറ്റു വിവരങ്ങൾ തേടും. മാത്രമല്ല, മെച്ചയുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഡിജിറ്റൽ ഹാൻഡിലുകൾ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പ്രത്യേകിച്ച് ഏകദേശം 100ഓളം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഒരു അപരാധ പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ അഭിവൃദ്ധിപരമായിട്ടുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്, അതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്താണ് പോലീസ് പരിശോധിക്കുന്നത്. മാത്രമല്ല, ഏതൊക്കെ ഹാൻഡിലുകളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, കമന്റുകൾ കേന്ദ്രീകരിച്ച് മറ്റ് പോസ്റ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നിലവിൽ പോലീസ് നടത്തി വരികയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ളത് ഗോപാലകൃഷ്ണൻ തന്നെയാണ്. രണ്ടാം പ്രതി ഷാജഹാനാണ്. അത്തരത്തിൽ അത് കേന്ദ്രീകരിച്ചും ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ അടക്കം കേന്ദ്രീകരിച്ചും വിശദമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തി വരികയാണ്. എന്തായാലും ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പരിശോധന അവസാനിപ്പിച്ച് പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. നാളെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ചോദ്യം ചെയ്യലിനെത്തണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഫോണും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.